പൊതിച്ചോറുണ്ടാക്കി തരുമോ? നന്ദൂട്ടൊരാഗ്രഹമല്ലേ പൊതിച്ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടാ, വീട്ടിലുള്ള ചോറും കറികളൊക്കെ തന്നെ ഇല വാട്ടി പൊതിഞ്ഞു, അത്രേ ഉള്ളൂ. വഴുതനങ്ങ വാട്ടിയതും തേങ്ങാ ചമ്മന്തിയും മുട്ട വറുത്തതും സ്പെഷ്യലായിട്ട് ഞണ്ട് വറുത്തരച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദൂട്ടൊരു ആഗ്രഹം കാരണം 4 പേർക്കും പൊതിച്ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പണ്ട് പൊതിച്ചോറ് കണ്ടേക്കണത്, പണ്ട് വീട്ടിലെ അച്ഛൻ പണിക്ക് പോകുമ്പോൾ ഇല വാട്ടി പൊതിഞ്ഞാണ് അമ്മ ദിവസവും ചോറ് കൊടുത്തിട്ടിരുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പോകില്ലേ, അപ്പോഴും നമ്മൾ ഇതുപോലെ വല്ല കാലത്തുമൊക്കെ ഇങ്ങനെ ഇല വാട്ടി പൊതിഞ്ഞു കൊണ്ടുപോകുമായിരുന്നു. സംഭവം എന്തായാലും എളുപ്പമാണ് കേട്ടോ, പാത്രം കഴുകണ്ട. അതല്ലാതെ ഇത് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഇലയിൽ കഴിക്കണോ അത്രേ ഉള്ളൂ. എന്തായാലും നന്ദൂട്ടിക്ക് സന്തോഷമായി. പണ്ട് ഇലയിൽ ചോറ് കൊണ്ടുവരുന്ന അച്ഛൻ പിന്നീട് എപ്പോഴേക്കോ ഹോട്ടലിൽ പാഴ്സൽ കിട്ടുന്ന കവറിലേക്കും അവിടെ നിന്ന് പാത്രത്തിലേക്കും മാറിക്കഴിഞ്ഞു കേട്ടോ. എന്തായാലും പൊതിച്ചോറ് കൊള്ളാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.